ഹായ്, ഐ ആം കാതൽ. ഞാൻ കാതലൻ എന്ന് പറഞ്ഞ സിനിമ ആണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഇതിന്റെ ടീസറോ മറ്റൊരു സംഭവം കാണാതെ ജസ്റ്റ് ഇതിന്റെ ഒരു പോസ്റ്റർ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത് മാത്രം കണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. അത് വളരെയധികം ഈ സിനിമ എൻജോയ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിനെ വളരെ മാന്യമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. കാരണം അത്രയും ചെറിയൊരു സാധനം, ഇതിൽ ഏറ്റവും വലിയ ഗുണമായിട്ട് തോന്നുന്നത് ആ ചെറിയൊരു പ്ലോട്ട് പറയാൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഇതിന്റെ കാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് എന്താ പറയാ ആ കഥ നടക്കുന്ന സാഹചര്യമാണെങ്കിലും അയാളുടെ ചുറ്റുപാടാണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ഇതൊക്കെ വളരെ ചെറുതായി തന്നെയാണ് അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സംഭവം വലിയ സംഭവമായിട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഇതിൽ കാണിക്കുന്ന ഒരു കമ്പനിയൊക്കെ ഉണ്ട്, ആ കമ്പനിക്ക് വലിയ വമ്പൻ സ്രാവൊക്കെ ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ പടം പറ്റ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഇല്ലാതെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ആ നായകന് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അയാൾക്ക് അതിന് സാധ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്, അയാൾക്ക് അവിടെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ വളരെ കൺവിൻസിങ് ആവാൻ ഇതിന്റെ വലിപ്പം ഒന്ന് ചുരുക്കിയതും നമുക്ക് സഹായകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ പ്ലോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഹാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്, നമുക്ക് ഇതിന് മുമ്പേ അറിയുന്നു, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടിരുന്നു. ഈ ഹാക്കിങ്ങിനെ മാക്സിമം രസകരമായിട്ട് കൊണ്ടുവരാൻ ഇവർ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കുറേ സ്ഥലങ്ങളിൽ ഈ സംഭവങ്ങൾ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് നല്ല തമാശകളുണ്ട്. ഒരു മൂന്നാല് തമാശകൾ, നല്ല കീടിലെ തമാശകളായിരുന്നു. അത് പൊട്ടിച്ചിരിക്കാൻ തന്നെയുള്ള തമാശകളുണ്ട്, മൂന്നാലെണ്ണം. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പൂത്തൻ ഭയങ്കര റഷായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര പ്രഷറായിട്ട് നിൽക്കുന്ന സമയത്ത് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നിട്ടുള്ള ഒരു മുത്തുമണികളായിരുന്നു ആ തമാശകളൊക്കെ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ ഈ പോലീസ് ചേസ് ചെയ്യുന്ന സമയത്ത്, ചേസ് ചെയ്യുന്നൊന്നുമില്ല, പോലീസ് വരുന്ന സമയത്തുള്ള ചെറിയൊരു സാധനം, അങ്ങനെ ഒരു മൂന്നാലെണ്ണം നല്ല രസമായിട്ട് വന്നു. പിന്നെയുള്ള ചെറിയ ചെറിയ തമാശകളുണ്ട്, തുടക്കം മുതൽ പറഞ്ഞു വെക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകളുണ്ട്. അതൊക്കെ ഈ പൊട്ടിച്ചിരിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു സ്മൈലോട് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയ തമാശകളായിരുന്നു. അതൊക്കെ നന്നായിട്ട് വന്നു. ഇതിലാകെ മോശമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് പറയാനുള്ളത് ഇതിന്റെ കാസ്റ്റിംഗിലുള്ള ചെറിയൊരു പ്രോബ്ലമാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ ആയിരുന്നു, പക്ഷെ നായകൻ നായിക ഈ രണ്ട് കാസ്റ്റിംഗ് ഒന്നുകൂടെ നന്നാക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇവിടെ നെസ്ലിൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ആൾ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണ്, മാത്രമല്ല നമുക്ക് കുറെയൊക്കെ അത് നെസ്ലിൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നായിക ഒട്ടും മാച്ചല്ലാത്ത പോലെ തോന്നി. അതായത് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ച പോലെ ഫീൽ ചെയ്തു. ഇത് എത്രമാത്രം ആൾക്ക് ഇതിങ്ങനെ തോന്നി എനിക്കറിയാം. നായക നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. ലുക്ക് വൈസ് ഒരു ചെറിയ കുട്ടി, അതായത് അല്ലെങ്കിൽ പിന്നെ ആ ക്യാമറ ആംഗിൾസ് ഒക്കെ ആ രീതിയിൽ വെക്കണമായിരുന്നു. ഇപ്പോ ഒരു ക്ലോസ് വെക്കുന്ന സമയത്താണെങ്കിലും ആ നിഷ്കളങ്ക ഭാവവും കുട്ടിത്വവും മുഖത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു കാർ ഓടിച്ചു വരുന്ന സംഭവമുണ്ട്, വല്ല സാൻഡ്രോയോ ചെറിയ ഏതെങ്കിലും കാറോ അൾട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ ഹോണ്ടയുടെ ഒരു വണ്ടിയിൽ വന്നിട്ട് ചേട്ടാ ഇത് തന്നെയല്ല വിഷ്ണുവിന്റെ വീട് ചോദിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു വണ്ടിയിൽ ചെറിയൊരു ബൊമ്മക്കുട്ടിനെ കൊണ്ടുവച്ച പോലത്തെ ഒരു ഫീല്. അപ്പൊ അത്തരത്തിൽ ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത ഒരു ആളെ ലുക്ക് വൈസ് അങ്ങനത്തെ ഒരാള് ഹൈ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതൊരു ഐ ടി കമ്പനിയുടെ ഹെഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര കല്ലുകടായിട്ട് കുറേ സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തു. അതുപോലെ ഒരു ഇപ്പോ നെസ്ലിൻ ആയിട്ട് വെക്കുമ്പോൾ പിന്നെ നമുക്ക് മാച്ച് ആയിട്ട് കാണാൻ പറ്റും. അത് അല്ലാത്തൊരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടറായിട്ടൊക്കെ വെക്കുന്ന സമയത്ത് എന്റെ അമ്മ അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല, അൺസൈക്കബിൾ ആയിരുന്നു. ആ ഒരു കെമിസ്ട്രി വർക്ക് ആവാത്ത പോലെ, ഈ ലുക്ക് കൊണ്ട് മാത്രം ഒട്ടും മെച്ചോർഡ് അല്ലാത്ത ഒരു കുട്ടീനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ പറയുന്നു, അഭിനയം ഗംഭീരമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന കുട്ടിയുമാണ്. അതൊരു സ്കൂൾ ക്യാരക്ടർ, ഒരു +1 +2 ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പക്ക 100% സൂപ്പർ ആയിട്ട് ചെയ്യുമായിരുന്നു. ഒരു പക്ഷെ കോളേജിലൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിലും കുറെ നന്നായിട്ട് വന്നേനെ. പക്ഷെ ഇത് ഒരു IT ഇതൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കമ്പനിയിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അത് മാത്രമാണ് എനിക്കൊരു മോശമായിട്ട് ഫീൽ ചെയ്തത്. അതായത് ഇപ്പൊ നെസ്ലിന്റെ പ്രേമലുവിലെ ക്യാരക്ടറിൽ മമിത ബൈജു വന്നപ്പോ ആ രണ്ട് ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് ഓക്കെ ഫീൽ കിട്ടിയിരുന്നു. ഇവിടെ ഈ കുട്ടി ഇങ്ങനെ വളരെ ചെറുതായപ്പോ എന്തുകൊണ്ടോ നെസ്ലിനെ പോലും നമുക്ക് വളരെ ചെറിയൊരു കൊച്ചു പയ്യൻ എന്നുള്ള രീതിയിലേക്ക് തോന്നുകയാണ്. തുടക്കത്തിൽ ഫുൾ ക്ലീൻ ഷേവ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ ചെറിയ ചെക്കൻ, ഒരു കോളേജ് വിദ്യാർത്ഥി എന്നുള്ള ഒരാൾ, അയാള് ഇങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന ഒരു സാധനമായി കാണിക്കുന്നു, അവിടെയൊക്കെ ഇങ്ങനെ തോന്നി. പിന്നീടുള്ള കുറെ താടിയും
കുറച്ച് മീശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് അരോചകമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഈ കുട്ടിയുടെ മാത്രമാണ് കുറച്ചൊരു അയ്യോ ഇത് പറ്റ കുഞ്ഞായല്ലോ എന്ന് എപ്പോഴും കാണുമ്പോഴൊക്കെ തോന്നിക്കൊണ്ടിരുന്നത് ഈ ക്യാരക്ടർ മാത്രമാണ്. അതൊന്ന് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ആ ക്യാരക്ടറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു തോന്നി. എന്ന് വെച്ചാൽ പടത്തിന് മൊത്തത്തിൽ ഇത് മോശമാക്കി എന്നെല്ലാം പറയുന്നത് കേട്ടോ. അഭിനയം കൊണ്ട് ആ കുട്ടി നന്നാക്കിയിട്ടുണ്ട്. ഗുഡ് ജോബ്. അതല്ലാത്ത എല്ലാ കാസ്റ്റിങ്ങും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളുകൾ, കൂടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ആളുകൾ, അതുപോലെ ഈ കമ്പനിയിലുള്ള മറ്റാളുകൾ. കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ കമ്പനി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. അത് ഈ നടക്കുന്ന ഒരു പ്രശ്നം വലിയൊരു കമ്പനിയോ വലിയൊരു സ്ഥലത്തോ അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വലിയൊരു സംഭവമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പടം ഇത്ര വർക്കൗട്ട് ആവില്ല. ഇവിടെ അവിടെ നടക്കുന്ന ആ കമ്പനിയിലെ കൊളീഗ്സ് തമ്മിലുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻസും അവർ തമ്മിലുള്ള ചെറിയ അലിഗേഷൻസും അല്ലെങ്കിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഇതൊക്കെ കാണിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെ നന്നാക്കിയിട്ട് തന്നെ അവരത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ പാട്ടുകളാണ്. പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഒരു പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീൽ ഗുഡ് ഫീല് തന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതല്ലാതെ BGMകൾ എല്ലാ സ്ഥലത്തും കുത്തി നിറച്ചൊന്നും കൊടുക്കാതെ കുഴപ്പമില്ലാത്ത രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ സിനിമ എല്ലാ ആളുകൾക്കും ഒരുപോലെ വർക്കൗട്ട് ആകാൻ സാധ്യത വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഒരു 10-30 വയസ്സിന് മുകളിലേക്കുള്ള അങ്ങനത്തെ ആളുകൾക്കൊന്നും ഇത് അത്ര അങ്ങോട്ട് ദഹിക്കണം എന്നില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് ഈ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. നേരെ മറിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥിയോ കോളേജ് വിദ്യാർത്ഥിയോ ഒക്കെ ആണെങ്കിൽ അവർക്കൊരു പക്ഷെ ഭയങ്കര സിനിമയായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു കോളേജ് വിദ്യാർത്ഥി അവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ വരുന്ന തരത്തിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കോളേജിന് ശേഷം നടക്കുന്ന കുറെ കാര്യങ്ങൾ, പ്രണയത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ നേരിടുന്നു, അല്ലെങ്കിൽ എങ്ങനെ റിവെഞ്ച് എടുക്കുന്നു, പല കാര്യങ്ങളിലും അതൊക്കെ അവർക്ക് പെട്ടെന്ന് ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് വൺ. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ്, സംടൈംസ് എബോവ് ആവറേജ് ഫീല് തന്നിട്ടുള്ള ഒരു സിനിമ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. 6.5 ഔട്ട് ഓഫ്